മുൻ DGP TP സെൻകുമാറിന് മറുപടിയുമായി ISRO ശാസ്ത്രജ്ഞനായ നമ്പി നാരായണന് പത്മഭൂഷൺ നൽകിയതിനെതിരെ സെൻകുമാർ രംഗത്ത് വന്നിരുന്നു. താൻ കൊടുത്ത കേസിൽ സെൻകുമാർ പ്രതിയാണ്. പൂർത്തിയാകാത്ത ആ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഇത്തരത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല. അതേ തെറ്റ് കാണിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. പോലീസിന്റെ വീഴ്ചകൾ അന്വേഷിക്കാൻ ഇവിടെ കോടതിയുണ്ടെന്നും നമ്പി നാരായണൻ പറഞ്ഞു. കൂടാതെ ഗോവിന്ദചാമിയായും അമീറുൽ ഇസ്ലാമായും താരതമ്യപ്പെടുത്തി സംസാരിച്ചത് സെൻകുമാറിന്റെ സംസ്കാരമാണെന്നും നമ്പി നാരായണൻ പറഞ്ഞു. പുരസ്കാരത്തിനായി എന്ത് സംഭാവനയാണ് നമ്പി നാരായണൻ നൽകിയതെന്ന് സെൻകുമാർ ചോദിച്ചിരുന്നു. പുരസ്കാരം നൽകിയവർ മറുപടി പറയണമെന്ന് സെൻകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദരിക്കപ്പെടേണ്ട ഒരു സംഭാവനയും നമ്പി നാരായണൻ രാജ്യത്തിന് നൽകിയിട്ടില്ല. പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും സെൻകുമാർ പറഞ്ഞു. ഇങ്ങനെ പോയാൽ അടുത്ത വർഷം ഗോവിന്ദചാമിക്കും അമീറുൽ ഇസ്ലാമിനും ഈ വർഷം വിട്ടുപോയ മറിയം റഷീദയ്ക്കും അടുത്ത വർഷം പത്മഭൂഷൺ ലഭിക്കുമെന്ന് സെൻകുമാർ പറഞ്ഞു. നമ്പി നാരായണന് പുരസ്കാരം നൽകാനുള്ള തീരുമാനം അമൃതിൽ വിഷം ചേർത്ത അനുഭവം പോലെയാണെന്നും സെൻകുമാർ പറഞ്ഞു. നമ്പി നാരായണനെ സുപ്രീം കോടതി പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിട്ടില്ല. കുറ്റവിമുക്തനാക്കിയ ശേഷം ഭാരതരത്നം നൽകിയാലും പരാതിയില്ല. നിരവധി പ്രമുഖരായവരെ മാറ്റി നിർത്തിയാണ് നമ്പി നാരായണന് പുരസ്കാരം നൽകിയത്. പ്രതിച്ഛായയും സത്യവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും സെൻകുമാർ പറഞ്ഞു. ചാരക്കേസ് കോടതി നിയോഗിച്ച സമിതി അന്വേഷിക്കുകയാണ്. ഈ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആദരിക്കുന്നത് എങ്ങനെയാണെന്ന് സെൻകുമാർ ചോദിച്ചു. ISRO ചാരക്കേസ് എന്തുകൊണ്ട് ശരിയായി അന്വേഷിച്ചില്ലെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. 24 വർഷം മുൻപുള്ള CBIയോട് ചോദിച്ചാൽ എല്ലാം അറിയാമെന്നും സെൻകുമാർ പറഞ്ഞു. നടൻ മോഹൻലാലും ISROയിലെ മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനും അന്തരിച്ച മുതിർന്ന പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാറും അടക്കം 14 പേർക്കാണ് രാജ്യം പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.